പബ്ലിക് എക്സാമിന് വേണ്ടി ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത്. നമ്മൾ 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സ് ചെയ്തു. ഇത് 2ാം പാർട്ടാണ് വീഡിയോയുടെ. 1ാം പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് 8ാമത്തെ പാഠമാണ്. 8ാമത്തെ പാഠത്തിൻ്റെ പേര് കൃഷിക്കാർ സെമീന്ദാർമാർ രാഷ്ട്രം എന്നാണ്. പെസൻസ് സെമീന്ദാർ ദ സ്റ്റേറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ പാഠത്തിൽ ആദ്യം പഠിക്കേണ്ടത് ഗുത്കഷ്ടയും പാഹികഷ്ടയും തമ്മിലുള്ള വ്യത്യാസം. 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഗുത്കഷ്ട എന്താണ്, പാഹികഷ്ട എന്താണ്, അത് 2 തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും. നമുക്കറിയാം 2 എന്താണ്, കർഷകരാണ് അല്ലേ. ഗുത്കഷ്ട സമ്പന്ന കർഷകർ, പാഹികഷ്ട സാധാരണ കർഷകർ, അതാണ് വ്യത്യാസം. അത് നോക്കണം. പിന്നെ ജിൻസി കാമിൽ എന്നൊരു വാക്ക് ഇവിടെ പറയുന്നുണ്ട്. ജിൻസി കാമിൽ എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ആ ഭാഗം നോക്കണം. പിന്നെ പഞ്ചായത്തുകളും തലവന്മാരും എന്ന ഭാഗം, പഞ്ചായത്ത് ആൻഡ് ഹെഡ്മെൻ, ആ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് കാർഷിക സമൂഹത്തിലെ സ്ത്രീകൾ, വുമൺ ഇൻ അഗ്രേറിയൻ സൊസൈറ്റി. അതായത് മുഗൾ കാർഷിക സമൂഹത്തിൽ സ്ത്രീകൾ വഹിച്ചിരുന്ന പങ്ക് എന്താണെന്നൊക്കെയാണ് ചോദിക്കുക. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ ഭൂനികുതി സമ്പ്രദായം, ലാൻഡ് റവന്യൂ സിസ്റ്റം, അവിടെ ജമയും ഹസിലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ജമ നിശ്ചയിച്ച നികുതി തുകയാണ്, ഹസിൽ എന്താണ്, പിരിച്ചെടുക്കുന്ന നികുതി തുകയാണ്. അത് 2 തമ്മിലുള്ള വ്യത്യാസം 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ജമയും ഹസിലും എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ 5 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യനാണ് ഐൻ ഇ അക്ബരി, അബുൾ ഫസൽ അലാമിയുടെ ഐൻ ഇ അക്ബരി. ഐൻ ഇ അക്ബരി എന്ന ഒരു പുസ്തകമാണ്. അതേ പുസ്തകം തന്നെയാണ് അക്ബർ നാമ എന്നും അറിയപ്പെടുന്നത്. 2ൻ്റെയും പേര് ഒന്നാണ്. ഐൻ ഇ അക്ബരിയും അക്ബർ നാമയും ഒന്നാണ്. ആ പുസ്തകം എഴുതിയിട്ടുള്ളത് അബുൾ ഫസലാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തെ പറ്റി കുറിപ്പെഴുതാനൊക്കെ ചോദിക്കാറുണ്ട് 5 മാർക്കിനൊക്കെ. അതൊന്ന് നോക്കണം. ഇനി നോക്കാനുള്ളത് 9ാമത്തെ പാഠഭാഗമാണ്. സംസ്കാരവും ഭരണ സംവിധാനവും രാജധാനിയിലെ ദിനവൃത്താന്തങ്ങളിലൂടെ, കൾച്ചർ ആൻഡ് പൊളൈറ്റി ത്രൂ കോർട്ട് ക്രോണിക്കിൾസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ക്രോണിക്കിൾസ്, അതായത് മുഗൾ കാലഘട്ടത്തിലെ വിവിധ തരം ദിനവൃത്താന്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അക്ബർ നാമ, ബാദ്ഷാ നാമ, ആലംഗീർ നാമ, ഹുമയൂൺ നാമ. ഈ ഓരോരോ ക്രോണിക്കിൾസും ഓരോരോ ദിനവൃത്താന്തങ്ങളും ആരാണ് രചിച്ചിട്ടുള്ളതെന്നും 1 വേർഡായിട്ടോ മാച്ച് ദി ഫോളോവിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. അത് നോക്കണം. പിന്നെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ദിനവൃത്താന്തങ്ങളുടെ നിർമ്മാണം, പ്രിപ്പറേഷൻ ഓഫ് ക്രോണിക്കിൾസ് ചോദിക്കാൻ 5 മാർക്ക് ചോദിക്കാറുണ്ട് വല്ലപ്പോഴും. ആ ഭാഗം നോക്കിയിട്ടുണ്ടാവണം. പിന്നെ അക്ബർ നാമയിലെ രാജത്വത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും സിദ്ധാന്തം എന്നൊരു ഭാഗം, അവിടെ നിന്ന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. തിയറി ഓഫ് കിൻഷിപ്പ് ആൻഡ് സോവറിറ്റി ഇൻ അക്ബർ നാമ, ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പിന്നെ ഒരു 3 മാർക്കിന് മറ്റും വരുന്നതാണ് പ്രൊവിഷണൽ അഡ്മിനിസ്ട്രേഷൻ, പ്രവിശ്യ ഭരണം, മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യ ഭരണം, പ്രൊവിഷണൽ അഡ്മിനിസ്ട്രേഷൻ, ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 5 മാർക്കിന് വരുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് കോൺട്രിബ്യൂഷൻ ടു ദ കൾച്ചറൽ പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിലേക്കുള്ള സംഭാവന, ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ നോക്കണം. ഇനി നോക്കാനുള്ളത് 10ാമത്തെ പാഠഭാഗമാണ് കൊളോണിയലിസവും ഗ്രാമപ്രദേശവും, കൊളോണിയലിസം ആൻഡ് കൺട്രി സൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം നോക്കാനുള്ളത് ജമീന്ദാർമാർ നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് എന്തുകൊണ്ട്, വൈ സെമീന്ദാർസ് ഡിഫോൾട്ടഡ് ഓൺ പേയ്മെൻറ്റ്സ്. അത് 4 മാർക്കിനോ 3 മാർക്കിനോ വല്ലപ്പോഴും ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. സെമീന്ദാർമാർ എന്തുകൊണ്ടാണ് നികുതി നൽകാൻ മടിച്ചിരുന്നത് എന്നുള്ളൊരു ചോദ്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജോട്ടേദാർമാരെ കുറിച്ച് പറയുന്നുണ്ട്. ജോട്ടേദാർമാരെ കുറിച്ച് 2 മാർക്കിനോ 3 മാർക്കിനോ കുറിപ്പ് എഴുതാൻ ചോദിക്കാറുണ്ട്. ജോട്ടേദാർസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 5ാം റിപ്പോർട്ടിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. 5th റിപ്പോർട്ട്, 5ാം റിപ്പോർട്ട് എന്താണ്, അതിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ 4 മാർക്കിനൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് 5ാം റിപ്പോർട്ട്. 5th റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പിന്നെ രാജ്മഹൽ കുന്നുകൾ, ഇൻ ദ ഹിൽസ് ഓഫ് രാജ്മഹൽ, ഇവിടെ പഹാരിയകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നമ്മുടെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ച ജനവിഭാഗമായിരുന്നു പഹാരിയകൾ. ഇൻ ദ ഹിൽസ് ഓഫ് രാജ്മഹൽ എന്ന ഭാഗത്ത് പഹാരിയകളെ കുറിച്ച് പറയുന്നുണ്ട്. പഹാരികൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത രീതിയെക്കുറിച്ച് നമ്മളോട് എന്ത് ചെയ്യും, കുറിപ്പെഴുതാൻ ചോദിക്കും. പഹാരികളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ആ ഭാഗം മറക്കാതെ പഠിക്കണം. പിന്നെ സന്താളുകളെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സന്താളുകളെ കുറിച്ച് കുറിപ്പ് എഴുതാനോ എന്തെങ്കിലും ഒക്കെ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ഭാഗവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നോക്കി പോകണം. ഇനി നോക്കാനുള്ളത് 11ാമത്തെ ചാപ്റ്ററാണ് കലാപകാരികളും ബ്രിട്ടീഷ് രാജ്യവും, റിബൽസ് ആൻഡ് ദി രാജ്യം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം നോക്കേണ്ടത് കണ്ടില്ലേ, കുറേ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ നേതാക്കളും അനുയായികളും. ഇവിടെ ഈ 1890 നമ്മളുടെ ഈ ഒരു 1857 കലാപവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിരവധി നേതാക്കന്മാരുടെയും അവരുടെ സ്ഥലവും പറയുന്നുണ്ട്. ഇത് മാച്ച് ദി ഫോളോവിംഗ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പോകണം.
പിന്നെ അതേപോലെ തന്നെ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും, ഈ കലാപവുമായി ബന്ധപ്പെട്ടുള്ള റോമേഴ്സ് ആൻഡ് പ്രൊഫസൻസീസ്, അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും എന്ന ഭാഗം. അവിടെ എന്തൊക്കെയാണ് ഈ അഭ്യൂഹം, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി, അഭ്യൂഹവും പ്രവചനവും പരന്നത് എന്നുള്ളത് നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടുണ്ടാവണം. പിന്നെ നോക്കേണ്ടത് കലാപത്തിൻ്റെ പ്രതിച്ഛായ, ഇമേജസ് ഓഫ് ദ റിവോൾട്ട്. ഇവിടെ കുറേ ചിത്രങ്ങളുടെ പേര് പറയുന്നുണ്ട്. റിലീഫ് ഓഫ് ലക്നൗ, പിന്നെന്താ ഇൻ മെമ്മോറിയം, അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് നോക്കുക. ഇതൊക്കെയാണ് 11ാമത്തെ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. 12ാമത്തെ ചാപ്റ്റർ 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ്. മഹാത്മാഗാന്ധിയും ദേശീയ പ്രണയവും, മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കാലത്തെ 3 സമരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം, ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്ന 3 ആദ്യ സമരങ്ങൾ പറയുന്നുണ്ട് ഗാന്ധിജിയുടെ. അവ ഏതൊക്കെയാണെന്ന് 3 മാർക്കിന് ചോദിക്കാറുണ്ട്, അതൊന്ന് നോക്കണം. അതേപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നിറ്റിംഗ് എ പോപ്പുലർ മൂവ്മെൻറ്റ്, ഒരു ജനകീയ പ്രസ്ഥാനത്തെ തുന്നിച്ചേർക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള പുസ്തകം ഇതാണ്, നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഇതാണോ എന്ന് അറിയില്ല. നിങ്ങളുടെ ബുക്ക് എങ്ങനെയാണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ പഠിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം പഠിക്കണം. അതേപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം, സോൾട്ട് സത്യാഗ്രഹം ചോദിക്കും, അതൊന്ന് നോക്കണം. പിന്നെ എന്താണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെയും കുറിച്ച് ചോദിക്കും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ആ 3 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. 13ാമത്തെ ചാപ്റ്റർ ഒരു രാഷ്ട്രം കീറി മുറിക്കപ്പെട്ടു, എ കൺട്രി ടോൺ എ പാർട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ദി പ്രൈസ് പെയ്ഡ് ബൈ വുമൺ, സ്ത്രീകൾ നൽകുന്ന വില. അതായത് ഈ ഇന്ത്യ വിഭജനം സ്ത്രീകളെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേ ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് വന്നൊരു ചോദ്യമാണ്. അതേ ചോദ്യം വീണ്ടും വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്ത്യ വിഭജനം എങ്ങനെയാണ് സ്ത്രീകളെ ബാധിച്ചതെന്ന് ചോദിക്കും. പിന്നെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം, ടു നേഷൻ തിയറി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതൊരു 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്. പിന്നെ ഒരു 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്നതാണ് ഡയറക്റ്റ് ആക്ഷൻ, പ്രത്യക്ഷ സമരത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. പ്രത്യക്ഷ സമരം, ഡയറക്റ്റ് ആക്ഷനെ കുറിച്ച് ചോദിക്കും, അത് നോക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. കുറേ വർഷങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 14ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ആധുനിക കാലത്തിന് മുമ്പുള്ള കേരളം, പ്രീ മോഡേൺ കേരള എന്നാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ അയിൻ തിണകളെക്കുറിച്ച്, അയിൻ തിണകളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. കുറിഞ്ഞി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്ന് പറയുന്ന 5 തിണകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 5 തിണകൾ ഏതൊക്കെയാണെന്ന് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 തിണകളെക്കുറിച്ച് എഴുതാൻ ചോദിക്കാം. അങ്ങനെ നമ്മളോട് ഇതിനെക്കുറിച്ച് കുറിപ്പൊക്കെ എഴുതാൻ ചോദിക്കും. അപ്പോൾ ഈ തിണകളെക്കുറിച്ച് നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടാവണം. പിന്നെ നോക്കേണ്ട ഒരു ഭാഗമാണ് കുറേ വർഷവും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട് ഈ ചാപ്റ്റർ. അതേപോലെ തന്നെ കുറേ ഡെഫിനിഷൻസും പഠിക്കാനുണ്ട്. അടുത്തതാണ് കച്ചം എന്താണെന്ന് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. മോഡൽ എക്സാമിന് അത് 1 വേർഡ് ആയിട്ട് ചോദിച്ചതാണ്. 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കും കച്ചത്തെക്കുറിച്ച്. അപ്പോൾ ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നാടുവാഴി സ്വരൂപംസ്, അതിനെക്കുറിച്ചൊരു കുറിപ്പെഴുതാൻ 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ വരാറുണ്ട്. നാടുവാഴി സ്വരൂപത്തെക്കുറിച്ച് കുറിപ്പെഴുതാൻ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. അതേപോലെ തന്നെ സങ്കേതങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. സങ്കേതംസ് 2 മാർക്കിനൊക്കെ ചോദിക്കും, ആ ഭാഗം നോക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. പിന്നെ 15ാമത്തെ ചാപ്റ്റർ കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. ഈ ചാപ്റ്ററും 14ാമത്തെ ചാപ്റ്ററും നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല. കാരണം ഇതിൽ കുറേ ഇയേഴ്സും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തം പഠിച്ചിട്ട് തന്നെ പോകേണ്ടി വരും. എങ്കിലേ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ 1 വേർഡ് കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ തന്നെ പഴശ്ശി കലാപത്തെക്കുറിച്ചൊക്കെ കുറിപ്പെഴുതാൻ വല്ലപ്പോഴും ചോദിക്കാം. പഴശ്ശി റീവോൾട്ടിനെ കുറിച്ച് അതിൻ്റെ ഇയറൊക്കെ ചോദിക്കാം, വർഷം ചോദിക്കാം. പിന്നെ അതേപോലെ തന്നെ വേലുത്തമ്പിയെയും പാലിത്തച്ഛനെയും കുറിച്ചൊക്കെ ഒരു കുറിപ്പൊക്കെ എഴുതാൻ മുൻപ് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നല്ലോണം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. കുണ്ടറ വിളംബരത്തെക്കുറിച്ച് നോക്കണം. പിന്നെ കുറേ നമ്മുടെ വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അവരെയൊക്കെ കുറിച്ച്, അയ്യൻകാളി, ഇവരെയൊക്കെ കുറിച്ചുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ്, കയ്യൂർ സമരം,
അതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് കേരളം രൂപീകൃതമായതെന്നും ആണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് +2 ഹിസ്റ്ററിയിൽ നോക്കേണ്ടത്. ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ നല്ലപോലെ വായിച്ചിട്ട് പോവുക. ബാക്കി ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം.